കാരണം തൃശ്ശൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അവിടെ തൃശ്ശൂരിൽ നമുക്കറിയാം നേരത്തെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിഷേധക്കാരെ BJP പറഞ്ഞയച്ചതാണെന്നാണ് ജോസഫ് ടാജറ്റിന്റെ ആരോപണം. മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടിക്ക് നൽകുകയാണ് വേണ്ടത്, അല്ലാതെ പ്രതിഷേധവുമായി എത്തുകയല്ല. BJP ഈ ബാന്ധവത്തിൽ പാർട്ടി പുറത്താക്കിയ ചിലരാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് 24നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന് പോലീസിനോട് DCCയുടെ പരാതി. അറസ്റ്റ് ചെയ്താൽ കോലം കത്തിക്കും എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൃശൂർ ACP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മറ്റത്തൂരിലെ പ്രതിഷേധക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. ബലം പ്രയോഗിച്ച് പോലീസ് പക്ഷേ വഴങ്ങാതെ നിൽക്കുകയാണ് പ്രവർത്തകരിൽ പലരും. നമുക്കതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഇനി റിപ്പോർട്ടിലേക്ക് പോകാം. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? അവരോട് അറസ്റ്റ് ചെയ്ത് മാറ്റണമെന്നല്ല പറഞ്ഞേ, ഉപരോധം മാറ്റി തരണം, അവർക്ക് സഞ്ചാരയോഗ്യമാക്കണം. പരാതി നോക്കുന്നതിന് കിടക്കാൻ പറ്റുന്നില്ല, സഞ്ചാരയോഗ്യമാക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? ഞങ്ങൾ പരാതികളൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ പോകാൻ തയ്യാറല്ലാതെ ഈ മേഖലയിൽ തന്നെ നിൽക്കുകയാണ്. അവരെ DCC ഓഫീസിനുള്ളിൽ തൃശൂർ ACP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പുറത്തേക്ക് വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകളെയാണ് ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തങ്ങളുടെ തറവാട്ടിലേക്കാണ് വന്നതെന്നാണ് പറയുന്നത്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നൽകേണ്ടത്. അസാധാരണമായ സംഭവമാണ് നടക്കുന്നത്, നമുക്ക് നിസ്സംശയം പറയാം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പരാതി ആ കുടുംബം സ്വന്തം അപ്പൻ മക്കളെ തുല്യമാണ് പരാതി കൊടുക്കാൻ പോലീസുകാരെ കൊടുത്തത്. അത് ശരിയല്ലല്ലോ. പരാതിയൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കേണ്ട അദ്ദേഹം ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല. രാവിലെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറയുന്നത്. മണ്ഡലം പ്രസിഡന്റ് 25 വർഷമായി പാർട്ടിയില്ലാത്തൊരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആൾ വെച്ചിരിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ അറസ്റ്റ് വഴങ്ങാൻ തയ്യാറല്ല. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്താണ് വന്നിരിക്കുന്നത്. എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. കോലം കത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധം ഈ പോലീസ് സമരം ഇതിന് പുറത്തേക്ക് മറ്റത്തൂരിൽ ഇപ്പോഴും ആ പ്രതിഷേധം നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.